ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്, കുറേ ദിവസമായിട്ട് ആളെ കണ്ടില്ല എവിടെയാണെന്ന് വയ്ക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗൈസ്, നമ്മളിന്ന് ഗെയിം പോലെ കളിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. വൺ ടാപ്പ് അടിക്കാം. വൺ ടാപ്പ് അടിക്കുന്നതൊക്കെ ചിലവർക്ക് പാടം അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഗൈസ്. അത് എങ്ങനെയാണ് ഈസി ആയിട്ട് വൺ ടാപ്പ് അടിക്കുക എന്നുള്ള ഒരു 5 ടിപ്പാണ് ഗൈസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ. അതായത് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ ഗൈസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരാണെങ്കിലും ഏജ് ഗെയിംസോണ് KMC കൊമ്പൻ അങ്ങനെ ആരെങ്കിലും 1v1 കളിക്കുന്ന വീഡിയോസ്, തിരിച്ചടിക്കുന്ന വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് രോമാഞ്ചിക്കുന്ന കുറേ ടീംസുണ്ട്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇച്ചിരി ഇൻസ്പിറേഷനാക്കി അതുപോലെയൊക്കെ കളിക്കാൻ നോക്കാം. ഇതാണ് ഗൈസ് ഫസ്റ്റ് ടിപ്പ്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെയാണ് ഗൈസ്. അതായത് ആക്റ്റീവ് സ്കില്ലില്ലാത്ത ക്യാരക്ടേഴ്സ്, അതായത് പൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് ഗൈസ്. ഫസ്റ്റത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഷിറോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഗൈസ്. ഈ ക്യാരക്ടറിൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എനിമി ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ അവരെവിടെ വെക്കുമെന്ന് അവരുടെ മുകളിലൊരു മാർക്ക് കാണിച്ചു തരും ഗൈസ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്കോയാണ് ഗൈസ്. ഈ ചേച്ചിനെ വെച്ചിട്ട് പ്രയോജനമാണ് ഗൈസ്. നമ്മൾ എനിമീനെ അടിക്കുകയാണെങ്കിൽ അവൻ ഏത് ദുനിയാവിൻ്റെ അറ്റത്തോട്ട് പോയാലും കണ്ടുപിടിക്കാൻ പറ്റും ഗൈസ്. ആണ് ഗൈസ് ഈ 2 ക്യാരക്ടറിൻ്റെ പവർ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം ഗൈസ്. അടുത്തതെന്ന് പറയുമ്പോൾ വൺ ടാപ്സ് ഗൺസ് എന്നാണ് ഗൈസ് നമ്മൾ ചെയ്യാം. അടുത്ത ടോപ്പിക്ക് ഡെസേർട്ട് ഈഗിൾ, വുഡ് പിക്കർ, M8087, SVD ഗൈസ്. ഈ ഗണ്ണൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും വൺ ടാപ്പ് അടിക്കാൻ പറ്റും ഗൈസ്. ഇതിനകത്ത് കുറച്ച് ഗൺസൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോയ്ക്ക് 300 ലൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ അതിന് പാർട്ട് 2 ഇടും ഗൈസ്. അപ്പോൾ ആ ഗൺസൊക്കെ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇതായിട്ട് നമ്മൾ എനിമി അങ്ങോട്ട് പോകുന്നു വെച്ചാൽ അങ്ങോട്ട് തന്നെ ഡ്രാഗ് ചെയ്യണം ഗൈസ്. ഇതിൽ നിങ്ങൾ റൊട്ടേഷൻ ഡ്രാഗ് അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ട്. റൊട്ടേഷൻ ഡ്രാഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ എനിമി റൈറ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. പിന്നെ ഉള്ള ടിപ്പാണ് ഗൈസ്, അല്ല നമ്മൾ ഈ ടിപ്പ് തന്നെ വേറെ ടിപ്പാണ് ഗൈസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിമി നമ്മളെ തൊട്ടടുത്താണെങ്കിൽ പെട്ടെന്ന് ഡ്രാഗ് ചെയ്യണം ഗൈസ്. കുറച്ച് ദൂരമാണെങ്കിൽ പതുക്കെ ഡ്രാഗ് ചെയ്താൽ മതി ഗൈസ്. അടുത്താണെങ്കിൽ പെട്ടെന്ന് ഡ്രാഗ് ചെയ്യും ഗൈസ്. കുറച്ച് ദൂരത്താണെങ്കിൽ പതുക്കെ ഡ്രാഗ് ചെയ്താൽ മതി. പിന്നെ ഗൈസ് ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇച്ചിരി ശാന്തമായി കളിക്കണം ഗൈസ്. അതാണ് ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചാടി പിടിച്ച് കുത്തിപ്പിടിച്ച് M40 അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇപ്പം നമ്മൾ ശാന്തമായിട്ട് ഈ എനിമി എങ്ങോട്ട് വരുന്നു ശ്രദ്ധ വേണം ഗൈസ്. എനിമി എങ്ങോട്ട് പോകുന്നു നോക്കണം ഗൈസ്. അതിന് ഹെഡ്സെറ്റ് ഇടാം ഒക്കെ. ഇത് ശ്രദ്ധ വേണം ഗൈസ്. ശ്രദ്ധ ആക്കിയിട്ട് കളിക്കുവാണെങ്കിൽ, ഞാൻ തന്നെ ഇന്ന് ഒരു ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ ഗെയിം കളിച്ചുകൊണ്ട് ഇപ്പോൾ പടപടാന്ന് കളിക്കുന്നത്. അപ്പോൾ അത് പറ്റിയില്ല ഗൈസ്. 2 കില്ല് മാത്രമാണ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെയ്തു. അപ്പോൾ ഇച്ചിരി നോക്കി കളിച്ചപ്പോഴത്തേന് 40 കില്ല് വരെ ചെയ്തു ഗൈസ് ഞാൻ 10 മിനിറ്റിൽ. അപ്പോൾ ഗൈസ് ശ്രദ്ധിച്ച് കളിക്കുകയാണ് ഗൈസ്. 5ാമത്തെ ലാസ്റ്റത്തെ ടിപ്പ്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോയ്ക്ക് ഒരു 300 ലൈക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ പാർട്ട് 2 ചെയ്യും ഗൈസ്. 300 ലൈക്ക് ചെയ്താൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ 200 സബ്സ്ക്രൈബിലോട്ട് കിടക്കുവാണ്. 200 സബ്സ്ക്രൈബിലോട്ട് പോകാൻ പോകണം ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീട്ടിൽ ഞാൻ വേണ്ടി ഓക്കെ, ടാറ്റ ബൈ ഗൈസ്. ടാറ്റാ.